ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു വെജിറ്റബിൾ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതേ. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ട്രൈ ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു. അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു ചെറിയൊരു മിക്സി ജാറിലേക്ക് ഞാനിവിടെ ഒരു 4 ചെറിയ പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് അരിയണമെന്നില്ല, 4 ചുമ്മാ ഒന്ന് നമുക്കിത് 4 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ മിക്സി ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം പച്ചമുളക് 4 ഇടുക. പിന്നെ ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നടുക്കുന്നൊന്ന് മുറിച്ചൊന്ന് ഇട്ടാൽ മതി. ഒത്തിരി കട്ട് ചെയ്യണമെന്നില്ല, രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടാൽ മതി. പിന്നെ ഞാനിവിടെ ഒരു 10-15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇടുക. ഇത് ചുമ്മാ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒത്തിരി അങ്ങോട്ട് അരയ്ക്കണ്ട. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സി ജാറിലിട്ട് ചുമ്മാ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ഇതൊന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചമുളകൊക്കെ നമ്മുടെ എരികിനനുസരിച്ചായിരിക്കും ചേർക്കേണ്ടത്. ഇത് ഇത്ര ഒന്ന് ആക്കിയെടുത്താൽ മതി. ഇനി നമുക്കടുത്ത് സ്റ്റവ് കത്തിച്ച് ഒരു പാത്രത്തിലേക്ക് ഒരു ലേശം എണ്ണ ഒഴിച്ച് ചൂടാക്കുകയാണ് ചെയ്യേണ്ടത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യണം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നിങ്ങളിപ്പം നല്ലെണ്ണ വേണമെങ്കിലും എടുക്കാം, വെജിറ്റബിൾ ഓയിൽ ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സ്റ്റവ് കത്തിച്ചൊരു പാത്രം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത്ര ഓയിൽ ഒഴിച്ചാൽ മതി. ഈ ഓയിൽ ചെറിയ രീതിയിൽ ചൂടായി വരണം. ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ ഒരു സവോള കുഞ്ഞിതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ബ്രൗൺ കളറാകുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. ഇതുമേ നമുക്ക് സവോള വഴന്ന് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് വേണേൽ കൊടുക്കാം. ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഉപ്പ് നീരാണ് ചേർക്കുന്നത്. നിങ്ങൾ ഉപ്പ് പൊടിയോ ഉപ്പോ ഏതെങ്കിലും ചേർക്കുക. ഇതൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഉപ്പും കൂടി ഇട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ പച്ചമുളകും ഇഞ്ചി ഇത് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചമുളക് എടുക്കുന്നത് നമ്മളെ എരിവിനനുസരിച്ചായിരിക്കണം. അപ്പോൾ എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചമുളകിലായിരിക്കും എരിവ് നോക്കിയെടുക്കുന്നത്. മുളക് പൊടി അല്ലാതെ ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമുളക് ഒന്ന് മാറി വരണം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ അപ്പോഴത്തേക്ക് നമ്മൾ ഈ സവാള ഒരു ബ്രൗൺ കളറായി വരികയും ചെയ്യും. പിന്നെ ഒരു സവാള ഒന്ന് വഴറ്റി ഒന്ന് കൊടുക്കാം കുറച്ച് നേരം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴുന്ന ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട് സവാളയൊക്കെ. ഇനി നമുക്കിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാവുള്ളൂ. നമ്മൾ കളറിന് മാത്രം ചേർക്കുന്നതാണ്. ഒത്തിരി മുളക് പൊടി നിങ്ങളല്ലാത്ത മുളക് പൊടി ചേർക്കരുത്. നമ്മളൊരു കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നതേ ഉള്ളൂ. സാധാ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല, കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി, ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി. ഇനി ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൊത്തം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടികളുടെ ഒരു പച്ചമണം ഒന്ന് ഈ മഞ്ഞപ്പൊടിയുടെയും മുളക് പൊടിയുടെ ഒക്കെ കുരുമുളക് പൊടിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറി വരുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇതിപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 3 ബീൻസ് ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 ചെറിയ ബീൻസാണ്. ബീൻസ് വേണമെന്നൊന്നുമില്ല, ഞാൻ ചുമ്മാ ചേർക്കുന്ന പച്ചക്കറി ബീൻസ് ഉണ്ടായതുകൊണ്ട് ഞാൻ ചേർത്തതേ ഉള്ളൂ. ബീൻസ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ പിന്നെ ചേർക്കുന്ന നമ്മൾ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ബീട്രൂട്ടാണ്. പിന്നെ ബാക്കിയുള്ള ക്യാരറ്റും ചേർക്കണം. നമ്മൾ ഗ്രീൻ പീസ് അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം, ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചെറിയ രീതിയായിട്ട് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇനി ഇതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നീരോട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്.
ഇനി ഞാനിവിടെ ഒരു കപ്പ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ചെറിയ രീതി നല്ല നൈസായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പിന്നെ ഈ പച്ചക്കറികളൊന്നും വേകാനായിട്ട് വെക്കുന്നില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്തിടുന്നത്. ഗ്രേറ്റ് ചെയ്യുവാണ് നമ്മുടെ പച്ചക്കറി ഒരുവിധം നമ്മൾ എണ്ണയ്ക്കകത്തിട്ടൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് നല്ലതായി കിട്ടും. പിന്നെ ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് തൊലി കളഞ്ഞ് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി ഇതെല്ലാം യോജിപ്പിച്ച് മിക്സാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഹാർഡായിട്ടാണ്, നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ ഇരുന്നാൽ മതി. ഒന്ന് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം. ഇപ്പോൾ നമ്മുടെ ഈ ഗ്രേവി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കൈ ഉപയോഗിച്ച് ഒരു ഉരുളയായിട്ട് എടുക്കണം കയ്യിലേക്ക്. നമ്മളിത് വറക്കാൻ ആവശ്യമായിട്ട് ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഓയിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നു. വറക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഉരുള എടുക്കുക. എന്നിട്ട് ചെറിയ രീതിയിലൊന്ന് കൈ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി. ഇത്ര ഒന്നാക്കിയാൽ മതി. എന്നിട്ട് ഞാനിവിടെ ഒരല്പം മൈദയും അല്പം വെള്ളവും ഉപയോഗിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്കൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഡിപ്പ് ചെയ്യണം. കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മളിവിടെ ബ്രെഡ് ക്രംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ ബ്രെഡ് ക്രംസിലേക്ക് നമുക്കിതൊന്ന് മുക്കിയെടുക്കണം. മറ്റേ കൈ ഉപയോഗിച്ച് വാരിയിടുക. ഇപ്പം നമ്മൾ എണ്ണ ചൂടാക്കി വെച്ചതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും എല്ലാം ചെയ്തെടുക്കാം. ഞാൻ 5 വീതം ഇട്ടാണ് വറുത്തെടുക്കുന്നത്. ഞാനതിന് ആദ്യം 5 ഇട്ടു. ഇനി നമുക്ക് ഒരു സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം ഇവിടെ മൊരിച്ച് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു സെർവ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.